ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണത്തിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു അമേരിക്കൻ ആക്രമണത്തിന് ദീർഘദൂര ആഘാതമുണ്ടാകുന്ന പ്രത്യാക്രമണം അല്ലെങ്കിൽ മറുപടി നൽകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകിയിരുന്നു. ഇപ്പോൾ ടെൽ അവീവിലും അതോടൊപ്പം തന്നെ ജെറുസലേമിലും സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ മിസൈലുകൾ ലോഞ്ച് ചെയ്തു ഇസ്രായേലിനെതിരെ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ മറുപടി വന്നിരിക്കുന്നു. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുണ്ട്. അത് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിലാണ് എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് അവരുടെ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായി തന്നെ ട്വീറ്റിൽ കുറിച്ചിട്ടുള്ളത്. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ജാഗ്രതാ നിർദ്ദേശം പ്രധാനമായിട്ട് നൽകിയിട്ടുള്ളത്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഹൈഫ നഗരത്തെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ടുണ്ട്. ഇതുവരെ കണ്ട രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു. വരുന്ന മണിക്കൂറിൽ കനത്ത പ്രത്യാക്രമണം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ജെറുസലേമിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ കാഷ്വാലിറ്റി എത്രയാണെന്ന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇതുവരെ കണ്ടതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നിരിക്കാം. അതിനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്.